ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നുണ്ടല്ലോ നമ്മൾ അന്ന് നട്ടിരുന്ന ഒരു 3 കൂട്ടം സാധനത്തിൽ നിന്ന് നമ്മുടെ പിരിയമുളക് മാത്രം കേട്ടോ കയറി വന്നേ. മറ്റേ ആ പെരിഞ്ചീരകം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചെറിയ ചെടികളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അത് മഴയൊക്കെ വന്നപ്പോൾ അത് ചീഞ്ഞു പോയി. അതുകൊണ്ട് അതിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. നമ്മുടെ പിരിയമുളക് കുറച്ച് വലുതായപ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് പൂവിട്ടിരുന്നു, പക്ഷെ ഒന്നും പിടിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ മുളകത്തെ നിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കിളിക്കുഞ്ഞ് ഒരാളുണ്ട്. അപ്പോൾ ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിച്ച് പറിച്ച് ആദ്യമേ കൊണ്ട് തരാം. അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിന് ഞാൻ ടെറസയിലോട്ട് കൊണ്ടുപോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നിപ്പുണ്ട്. പിന്നെ എല്ലാ ചീനിയിലും തന്നെ ചെറിയ ചെറിയ മുളകുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് എത്രത്തോളം വലിപ്പം വെക്കുമെന്നൊന്നും നോക്കാവേ. അന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന പിരിയമുളക് എന്ന് പറയുന്നത് വലിയ പിരിയമുളകായിരുന്നു. അപ്പോൾ അത്രയൊക്കെ സൈസ് വരുമായിരിക്കും. എന്തായാലും ഇതും അത്രയും വന്നിട്ടുണ്ട്. പിന്നെ ഈ നിൽക്കുന്ന ചെറിയ തയ്യൽ നിറച്ചും പൂത്തിട്ടുമുണ്ട്, അത്രയിലും കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ നിൽക്കുന്നതിനകത്ത് അപ്പോൾ അതിനകത്ത് നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട്. അത് വലുതാകുമ്പോൾ കാണിച്ചു തരാവേ. അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് ചെറിയ വീഡിയോസിൽ കാണിച്ചു തരാം. ഞാൻ വിചാരിച്ചു ഇതൊന്നും പിടിച്ചു വരത്തില്ലെന്ന്. എന്നാ പയർ നട്ട മുഴുവനും ഉറുമ്പ് കയറി പൂവൊക്കെ വന്നായിരുന്നു, പക്ഷേ ഉറുമ്പും ഒക്കെ കയറിയിട്ട് മൊത്തം അത് പോയായിരുന്നു. ഇതുണ്ടോ, അതുപോലെ കാടും പള്ളിയൊക്കെ ആയി. പിന്നെ ഒരെണ്ണത്തിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു അപൂർവമായി പശു തിന്നുന്നൊരു പുല്ല് വന്ന് നിൽപ്പുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ഘട്ടമാകുമ്പോൾ പശുവിന് മുറിച്ച് കൊടുക്കാമെന്ന്. അതുകൊണ്ട് അതവിടെ നിർത്തി വെച്ചു. അത്യാവശ്യ ഘട്ടത്തിൽ പശുവിന് മുറിച്ച് കൊടുക്കാമെന്ന് ചുമ്മാതാട്ടോ. പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട്, അതിന് നമുക്ക് ഒരു പന്തലിട്ട് കൊടുക്കാനുണ്ട്. അത് നന്നായിട്ട് തളർത്ത് കയറിയിട്ടുണ്ട്. ഇടയ്ക്ക് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനതൊക്കെ കാണിച്ചു തരാം. ഇനി ചേട്ടായി വരണം അതിനെ ഒന്ന് പന്തലിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ താഴെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. പിന്നെ എൻ്റെ പ്ലാവ്, ഞാനൊരു ചെറിയൊരു പ്ലാവ് നട്ടിരുന്നതാണ്. ചേട്ടായി ഭയങ്കരമായിട്ട് എകരം കണ്ടിച്ച് ഇങ്ങനെ നിർത്താനാക്കുന്നൊക്കെ പറയും. പക്ഷെ അതൊന്നുമല്ല ഗൈസ് കാര്യം. അതിനകത്തുനിന്ന് ഓരോ എകരവും മുറിച്ചിട്ട് നമ്മൾ ആടിന് തീറ്റയാക്കുവാണ് എമർജൻസി ഘട്ടത്തിൽ. പിന്നെ നമ്മുടെ ചെറിയ പുളിയൊക്കെ ഒന്ന് പൂത്തൊക്കെ തുടങ്ങി കേട്ടോ. കഴിഞ്ഞ തവണ എനിക്ക് 8 പുളി കിട്ടി. 8 കിലോ അല്ല കേട്ടോ, 8 പുളിയാണേ.